ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു പുതിയ ഫ്രീ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ചിർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീപ്പിൻ അതുപോലെ തന്നെ റിയൽ വേൾഡ് അസറ്റ് ബേസ്ഡ് പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാൻ ബുൾ റണ്ണിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് സെക്ടറുകളാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പിന്, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ വേൾഡ് അസറ്റുകൾ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് ഒരു ടോപ്പ് ലെയർ വൺ പ്രൊജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സുയി ബ്ലോക്ക് ചെയിൻ്റെ മേലെയാണ്. സുയിൻ്റെ മേലെയുള്ള ഫസ്റ്റ് ഡീപ്പിൻ പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചിർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് നമുക്ക് എങ്ങനെയാണ് ഫാം ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ്. അതുമാത്രമല്ല, ഈ ഒരു എയർ ഡ്രോപ്പിനകത്ത് റെഫറൽ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പങ്കെടുക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം. എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പം MEXC ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി വരുന്ന 26 ദിവസത്തേക്കായിരിക്കും ഈ ഒരു ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ യൂസേഴ്സിന് ഒരു 200 USDT ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പ് ഇവൻറ്റിൽ ചേരാനായിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് MEXCയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി നറുക്കെടുപ്പ് നടത്തിയിട്ട് അവർ നിങ്ങൾക്ക് സാംസങ് S24 അൾട്ര, അതുപോലെ തന്നെ ഗാലക്സി വാച്ച് 7, അതുപോലെ തന്നെ $200 ട്രേഡിംഗ് ബോണസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ അധികം ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ വോളിയം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത USDT ബോണസ് റിവാർഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് MEXC ഗ്ലോബലിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്തായാലും ഈ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സ്ചേഞ്ചിൽ ഒട്ടുമിക്ക പുതിയ കോയിൻസൊക്കെ പെട്ടെന്ന് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പുതിയ കോയിൻസിൽ പെട്ടെന്ന് എൻട്രി എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ എക്സ്ചേഞ്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിർപ്പിൻ്റെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറൻ്റ്ലി ഇപ്പം ഇത് ആൻഡ്രോയിഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. റീസെൻ്റ്ലി ആണ് ഇപ്പം പ്ലേ സ്റ്റോറിലേക്ക് ആപ്ലിക്കേഷൻ വന്നത്. നേരത്തെ നമ്മൾ APK ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടായിരുന്നു വരുന്നത്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കേജ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ചിർപ്പ് ഡീപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് കിട്ടും, ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് ചിർപ്പ് അക്കൗണ്ട് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങളുടെ ബ്രൗസറിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഏത് ബ്രൗസറിലാണോ വേണ്ടത് അതിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആപ്പിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കൺഫേം എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പം ആപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ വൈഫൈൻ്റെ ആക്സസ്, ബ്ലൂടൂത്തിൻ്റെ ആക്സസ് ഒക്കെ ഇവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡാറ്റ പ്രൈവസിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. എയർ ഡ്രോപ്സ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെക്കൻഡറി ഫോണാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പഴയ ഫോണാണ് എയർ ഡ്രോപ്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിനകത്തുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അവതാർ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നില്ല. എല്ലാം ചെയ്ത് കഴിയുമ്പം ആക്ടിവേറ്റ് സ്കാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ ആക്ടിവേറ്റ് സ്കാനിങ്ങിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വൈഫൈ, ബ്ലൂടൂത്ത് ഒന്നും ഓൺ ആയിട്ടില്ലെങ്കിൽ, ലൊക്കേഷനൊക്കെ ഓൺ ആയിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ ഓണാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ബേസിക്കലി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള വൈഫൈ, ബ്ലൂടൂത്ത് ഡിവൈസുകളെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത്
ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഡിവൈസ് എത്ര ബ്ലൂടൂത്ത് ഡിവൈസുകളെ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എത്ര വൈഫൈ ഡിവൈസുകളെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം ഡിവൈസുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും മേലെ ചിർപ്പിൻ്റെ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ബേസിക്കലി ഈ ഒരു ചിർപ്പ് പോയിൻറ്റ്സ് ആണ് പിന്നീട് നമുക്ക് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത്, ടൗണിലൊക്കെ പോകുന്ന സമയത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ധാരാളം വൈഫൈ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒക്കെ ഫൈൻഡിങ്സ് വരും. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പോയിൻറ്റ്സും കിട്ടും. അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു 22,000 റാങ്കിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 1000 പോയിൻറ്റ്സ് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പം വളരെ ഏർലി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് റെഫറലും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലാത്ത റിവാർഡ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാ എയർ ഡ്രോപ്പുകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും ഇതും കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ വാലറ്റ് സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം വാലറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിർപ്പിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് കിട്ടുന്നതായിരിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം കിവി ബ്രൗസറിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു സെയിം അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം സുയി വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക, കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ സെയിം പരിപാടി തന്നെ ഡെസ്ക്ടോപ്പിലും ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ എക്സ്റ്റൻഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്യുക. സുയിൻ്റെ മേലെ വരുന്ന DPIN അതുപോലെ തന്നെ RWA ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ എന്തായാലും ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.